ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ ലൈവിലെ പറഞ്ഞല്ലോ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ്. അപ്പോൾ ഇന്നലെ ലൈവിൽ എനിക്കൊരു റിക്വസ്റ്റ് വന്നു, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്തല്ലോ, 12 മണി കഴിഞ്ഞ്. അപ്പോൾ ഞാനിപ്പോൾ ഉറങ്ങാൻ പോകുന്നേ. അപ്പോൾ ഞാൻ വിളിച്ചൊരു വെറൈറ്റിക്ക് ഇപ്പോഴേ വ്ളോഗ് എടുത്ത് തുടങ്ങാം. അപ്പോൾ ശരി, എന്നാൽ ഞാനിപ്പോൾ ഉറങ്ങാൻ കിടന്നേ ഉള്ളൂ. സമയം നോക്കിയപ്പോൾ 12 മണിയായി. അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ, ഡേ സ്റ്റാർട്ടായല്ലോ, അപ്പോൾ പിന്നെ ഡേ ബൈ ലൈഫ് എടുത്തേക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് കാണാം. ഞാൻ പോയി ഉറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പക്ഷെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരം ആയിരിക്കും. അത് സാരമില്ലല്ലേ, ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഉറക്കെ എഴുന്നേറ്റ് ഒന്ന് കണ്ണൊക്കെ തുറന്നൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഞാൻ എണീറ്റ ഉടനെ വെള്ളം കുടിക്കും. അപ്പം എൻ്റെ വെള്ളം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ത്രോട്ട് സീനായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ വലിയ കുഴപ്പമില്ല. ഇന്നിപ്പോൾ കുറവുണ്ട പോലെ എനിക്ക് തോന്നണം, അറിയത്തില്ല. ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്, ഈ കുപ്പിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ. എല്ലാവരും ഇങ്ങനെ ആയിരിക്കത്തില്ല. ഉറക്കം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒരുമാതിരി അവിടെ നോക്കി ഇവിടെ നോക്കിയൊക്കെ അല്ലേ ഇരിക്കണം. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി പുറത്തിറങ്ങി കേട്ടോണ്ടെങ്കിൽ ഞാൻ ഇപ്പം ടെറസിൽ പോവും, റോഡിൽ പോവും, അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും കുറേ നേരം. ബാക്ക് ക്യാമറ കുറച്ചും കൂടി അടിപൊളിയാണ്. പക്ഷേ ഞാൻ വിചാരിക്കും ബാക്ക് ക്യാമറ എടുക്കണമെന്ന്. പക്ഷേ എനിക്കിങ്ങനെ ലൈക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ എന്നെ കിട്ടുന്നുണ്ടോ, ഞാൻ ഫോക്കസ്ഡ് ആണോ ബ്ലറാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്നെ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരു വട്ടം അങ്ങനെ ഇൻസിഡൻറ്റ് വന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ ആവർത്തിക്കാത്തത്. അപ്പോൾ വെള്ളം കുടിക്കുക. ഫ്ലൈറ്റൊക്കെ പോകുന്നു. സാധാരണ അപ്പം ഞാൻ അങ്ങനെ ആണെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് എണീക്കുന്നത് രാവിലെ. ഇന്ന് പിന്നെ പാട്ടിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ പാടാം. അയ്യോ, എനിക്കാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എനിക്ക് എന്നെ തന്നെ അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പം എനിക്കിപ്പോൾ വയ്യ, പനിയാണ്, ചെറിയ ചൂട് വരും, ഇങ്ങനെ ത്രോട്ടിന് പ്രശ്നം വരും, ചുമ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് വയ്യായ്മ. ഇപ്പോൾ ഒരു തലവേദന ആണെങ്കിൽ പോലും ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ കരയും. എനിക്കങ്ങ് സങ്കടം വരും. എന്ന് വെച്ചാൽ അയ്യോ എനിക്ക് വയ്യല്ലോ എന്ന് ഓർത്ത് ഞാൻ ഭയങ്കര കരച്ചിലും സങ്കടവും ഒക്കെ ആയിരിക്കും. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പം ഞാനാണ് പൊതുവെ ഒരു കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഞാനാണ്. വേറൊരാളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല എന്ന് എനിക്കൊരു ബോധമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് അമ്മ കഴിഞ്ഞ തവണ കഴിഞ്ഞ വീക്ക് എനിക്ക് വയ്യാതായപ്പോൾ അമ്മ ലീവൊക്കെ എടുത്ത് നിന്ന് എന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയായിരുന്നു. അതല്ലാണ്ട് ഇങ്ങനെ പാമ്പർ ചെയ്യാനായിട്ട് ആരും ഇല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ
മീൻസ് എനിക്ക് എന്നെ പാമ്പർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പനിയായിട്ടിരിക്കുമ്പോൾ വയ്യാണ്ട് കിടക്കുമല്ലേ. അപ്പോൾ എനിക്കങ്ങ് സങ്കടം വരും. അപ്പോൾ ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ ഇരുന്ന് കരയും. പിന്നെ ട്രിപ്പൊക്കെ ഇടുവാണെങ്കിൽ പറയാൻ വേണ്ട. പക്ഷേ കഴിഞ്ഞ തവണ എനിക്ക് ഇത് പക്ഷെ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എൻ്റെ ഇവിടെ കണ്ടോ കളറ് വ്യത്യാസം. ഇതാ നീഡിൽ കുത്തിയ സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഇപ്പം ഇന്നലെ ഞാൻ നോക്കിയപ്പോഴാണ് ഇവിടെ ഇത്ര ഇങ്ങനെ കറുത്ത് കിടക്കുന്നു. ഐ ലവ് യു കൊഞ്ചം പക്കത്തിൽ നീയും വന്നതാഹോ. പ്രഭാതങ്ങൾ ആനന്ദകരമാക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് 2 വീലർ എടുത്തതിന് ശേഷം. ഞാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം കുടിച്ചു. ഇനി അടുത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കണം. പക്ഷേ ഇന്നിപ്പം ബെഡ്ഷീറ്റ് കഴുകാൻ എനിക്കൊരു പ്ലാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ മടക്കുന്നില്ല. ബെഡ്ഷീറ്റും എൻ്റെ പില്ലോ കവറും ഞാൻ അലക്കാൻ പോവുകയാണ്. അപ്പോൾ പില്ലോ കവറും കൂടെ ഊരിയെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യം, ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ഞാൻ എഴുതി വെക്കും. എഴുതി കഴിഞ്ഞാൽ അടുത്ത എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ജനൽ തുറക്കണം. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് അമ്മയോടെ പുറത്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ജനൽ തുറക്കുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പം നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. സോറി, ഒരു കാര്യം ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും രാവിലെ മുടി അഴിച്ചിട്ട് ഒന്നും കൂടി കെട്ടും. കാരണം ഞാൻ ഉറക്കം വന്നിങ്ങനെ ഇരിക്കില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ നനഞ്ഞ മുടിയായിരുന്നു, ഉണങ്ങിയില്ല. നല്ല മണം. കാർക്കൂന്തൽ എങ്ങനെയുണ്ട്? ഇതാ ഇങ്ങനെ ഇരുന്നേ. ഞാനാണെങ്കിൽ ഇവിടെ സൈഡിൽ ഫോട്ടോ എടുക്കാം. ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ളത് ഇവിടെ കൊടുക്കാം, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഉള്ളത് നിങ്ങൾ തന്നെ കണ്ടോ. ഞാൻ മുടി വെട്ടിയ സമയത്ത് എനിക്കിങ്ങനെ കെട്ടി വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നേ. ഇത്രയും ഇങ്ങനെ എത്തത്തില്ലായിരുന്നു മുടി. ആൻഡ് ഇപ്പം ഇങ്ങനെ കെട്ടി വയ്ക്കാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് എൻ്റെ ഹെയർ ഗ്രോത്ത് ഉണ്ടല്ലോ എന്നൊരു ഫീലുണ്ട്. അപ്പം നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. ഈ വള്ളി നിക്കറ് കാരണമാണ് എൻ്റെ 40,000 രൂപ പോയത്. അതൊക്കെ ഒരു ഫണ്ണല്ലേ, ലൈഫാകുമ്പോൾ കുറച്ച് ഫണ്ണൊക്കെ വേണം. അപ്പം നമുക്ക് പുറത്തോട്ട് പോയിട്ട് അമ്മ എന്ത് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. കാരണം അമ്മ ഇന്ന് ലീവാണ്. അമ്മ എല്ലാ ദിവസവും ഒന്നും ലീവ് എടുക്കാറില്ല. വല്ലപ്പോഴുമൊക്കെ അമ്മേനെ കിട്ടാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അമ്മ വീട്ടിലുള്ള ദിവസം. അപ്പം നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. അമ്മ ചിലപ്പോൾ ഷോക്കാവും ഞാൻ ഇപ്പോൾ എണീറ്റ കണ്ടിട്ട്. അറിയത്തില്ല, പക്ഷെ അമ്മ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും എന്നെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നേനെ. ചോറൊക്കെ വെച്ചു, അരിയൊക്കെ വച്ചു. എൻ്റെ അമ്മയില്ലേ ടി വി കാണത്തില്ല, ഒരു FM മാത്രമേ ഉള്ളൂ. 24/7 അത് ഇട്ടിരിക്കും. അമ്മ പോയാ? ഞാൻ വെച്ച് പോയിരുന്നു. ഇവിടെ ആർക്കും ആദ്യമൊന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഇത് വീഡിയോ ആണ്, ലൈവ് അല്ല. ഞാൻ FM ഒന്ന് ഓഫ് ചെയ്യണേ. എൻ്റെ അമ്മ 24/7 ഈ FM മാത്രമേ കേൾക്കത്തുള്ളൂ. ടി വി കാണത്തില്ല, ഫോൺ ഉപയോഗിക്കത്തില്ല. ഞാൻ ഈ വീടിനെ പറ്റി പറഞ്ഞുതരാം. ഈ പുറകിൽ കാണുന്ന വീട് ശരിക്കും പറഞ്ഞാൽ ഞാനും അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിയും താമസിച്ചിരുന്ന വീടാണ്. ഇപ്പോൾ പക്ഷേ അവിടെ ആരും താമസിക്കുന്നില്ല. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. എത്ര മണിക്ക് പോകണം അമ്മ? ഓക്കെ.
ഹലോ, ഗുഡ് മോർണിംഗ്. ആ എന്തോ കാര്യം? അത് ശരി, അത് ശരി. ആ വീടിൻ്റെ കഥ പറഞ്ഞില്ലല്ലോ. എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം ഞാൻ അവിടെ ആയിരുന്നു, ആ വീട്ടിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 6 7 പഠിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാവണത്. അതിൻ്റെ പുറകിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇന്നലെ എൻ്റെ ലൈഫ് സ്റ്റോറി ആരോ ചോദിച്ചു, അപ്പം അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇനി പോയി ബ്രഷ് ചെയ്യണം, പിന്നെ റെഡി ആവണം. അമ്മ പറഞ്ഞു 10 മണിക്ക് പോവാന്ന്. ഇപ്പം തന്നെ സമയം അടിപൊളി. ഇപ്പോൾ 9:30 ആയി. 10 മണിക്ക് പോവാന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും പോയി റെഡി ആവട്ടെ. ഞാൻ എന്നിട്ട് പറഞ്ഞില്ലേ ഇപ്പം ഇടാന്ന്, പിന്നെ എന്തിനാണ് അത് ഓൺ ചെയ്യാൻ പോയത്? അമ്മ ഞാൻ പറഞ്ഞില്ലേ, അമ്മ വീട്ടിലുള്ള ദിവസം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷെ ഞാനും അമ്മയും അടിയാവും. എന്തെങ്കിലും ചെറിയ കാര്യത്തിനെങ്കിലും ഞാനും അമ്മയും അന്നത്തെ ദിവസം അടിയായിരിക്കും. അതിപ്പോൾ ചെറിയ കാര്യമായിരിക്കും, എന്നാലും അടിയാവും. ഞാൻ പോയി പല്ല് തേക്കട്ടെ. ഹലോ, അപ്പം ഞാനാണെങ്കിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അമ്മയും റെഡിയാണ്. 10 മണിക്കെന്ന് പറഞ്ഞപ്പോൾ ഒരു 10:30 എങ്ങാണ്ടോ ആയി. സ്വാഭാവികം. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഞാൻ പോണ വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. എന്തായാലും പോയിട്ട് വരാം. ടാറ്റാ.